ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ശ്രീലങ്കയിൽ നിന്നും തുടങ്ങിയ യാത്ര ഇപ്പോൾ തായ്ലൻഡിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് തായ്ലൻഡ് എയർപോർട്ട്. ഇവിടെ നല്ല കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് തായ്ലൻഡ് എയർപോർട്ടിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. നമുക്ക് നമ്മുടെ വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. ട്രിവാൻഡ്രത്തിനെ കഴിയൊക്കെ വലിയ എയർപോർട്ടാണ്. വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ ഇമിഗ്രേഷനിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ എയർപോർട്ട് നമ്മൾ അകത്തുള്ള കാഴ്ചകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇമിഗ്രേഷൻ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. അവിടെ സെപ്പറേറ്റ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തിറങ്ങി. ഇത് നമ്മുടെ ഗൈഡാണ്. അവൻ്റെ പേര് ഈശോ എന്നാണ്. അവൻ നമുക്ക് വേണ്ട ഗൈഡൻസൊക്കെ തരികയാണ്. ഇപ്പോൾ നമ്മളിനി ഇങ്ങോട്ടാണ് പോകുന്നത്. നേരെ ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. പോയി ജസ്റ്റ് ഫ്രഷായി ഒരു കറക്കം വൈകിട്ടുണ്ട്, സൈറ്റ് സീയിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് കുറച്ച് നഗര കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ബസ്സിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു വ്യക്തതക്കുറവുണ്ടാവും. അവൻ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ്. ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല സഹകരണവും വളരെ നല്ലൊരു സർവീസാണ് അവൻ തന്നത് നമുക്ക്. ഒട്ടും ബോറടിങ്ങില്ലായിരുന്നു. ഒട്ടും ബോറടിക്കാതെ തന്നെ അവൻ എല്ലാവരെയും ഹാൻഡിൽ ചെയ്തു. അവിടുത്തെ ടാക്സിയാണ് ടാക്സി ഗ്രീൻ ആൻഡ് യെല്ലോ കളറാണ് ടാക്സി കൂടുതലും ക്യാമറയും ടൊയോട്ടയുടെ വണ്ടികളാണ് മൊത്തം. ഒരു ഫുഡ് ഹാളാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ഇന്ത്യൻ ഫുഡും എല്ലാ റെസ്റ്റോറൻറ്റും ഉണ്ട്, മൾട്ടി ക്യൂസീനും ഉണ്ട്, എല്ലാ റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ്. അതിനകത്ത് ഫുഡ് കോർട്ടാണ് കേട്ടോ. അത് അടുത്തൊരു ഡിനോസറിൻ്റെ സ്കെൽറ്റനൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇങ്ങനെ അവിടെ ഒരു ഫുഡ് കോർട്ടിനകത്ത് എല്ലാ രാജ്യക്കാരുടെയും റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദിയും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ എല്ലാ രാജ്യത്തിൻ്റെയും റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിനകത്തൊരു ഫുഡ് കോർട്ടാണത്. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ കയറിയത്. അവിടെ നിന്ന് ഇറങ്ങി ഒരു ടെമ്പിൾ കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ് നമ്മളെ. അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിങ് ആണ്. ആരോടായാലും അവർ ഇടപെടുന്നത് വളരെ ബഹുമാനത്തോടും തൊഴുതും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടേ സംസാരിക്കുള്ളൂ. അതൊരു വളരെ നല്ലൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ആരും അത്രയും റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടില്ല. അത് തായ്ലൻഡിൽ നിന്ന് പോയി വിയറ്റ്നാമിൽ ചെന്നപ്പോഴും ഇതേ ഒരു കൾച്ചർ തന്നെയാണ് അവർക്കും. വളരെ പൊളൈറ്റാണ് അവർ.
ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഗോൾഡൻ ടെമ്പിളും മാർബിൾ ടെമ്പിൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധൻ്റെ ടെമ്പിളുകളുണ്ട്. അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഫുള്ള് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് കിട്ടിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് അതിനകത്തിരിക്കുന്നത്. അത് അന്ന് അവർക്ക് കിട്ടുമ്പോൾ സിമൻറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു. എന്തോ ഒരു ദിവസം ഇത് സിമൻറ്റ് പാളികളായി പോവുകയും അങ്ങനെയാണ് അവർക്ക് അതിനകത്തിരിക്കുന്ന സ്വർണം ഫുള്ള് സ്വർണ്ണമാണെന്ന് മനസ്സിലാവുന്നത്. ആ ബുദ്ധൻ്റെ പ്രതിമ എത്രയോ കിലോഗ്രാമുണ്ട്, 5000 കിലോ എത്ര ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് അവർ പറഞ്ഞു. അത് ഫുള്ള് ഗോൾഡാണ്. അതിമനോഹരമായൊരു കാഴ്ചയാണ്. അത് നേരിട്ട് കാണണം. എന്നെങ്കിലും ഒരിക്കൽ പോകാൻ താല്പര്യമുള്ളവർ പോവുക. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ആ ഗോപുരവും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതവിടുത്തെ ഒരു ബെല്ലാണ്, മണി. നമ്മുടെ അമ്പലത്തിലൊക്കെ ഉള്ള മണിയില്ലേ, അതവരുടെ ഒരു വിശ്വാസമുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് നിരത്തി അടിച്ച് പോകണം, നമ്മൾ ഒരെണ്ണത്തിനായിട്ട് അടിക്കരുത്. ഇതായി കാണുന്നതാണ് ബുദ്ധൻ്റെ ആ ഒരു പ്രതിമ. പണ്ടത് സിമൻറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുമായിരുന്നു. അത് ഈ ഇപ്പം പുതുക്കി പണിഞ്ഞ ഈ ടെമ്പിളിൻ്റെ വലത് സൈഡിൽ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇരുന്നത്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെയാണ് ഈ പ്രതിമ ഇരുന്നത്. അതെന്തോ അവരുടെ പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ടോ എന്തോ അതിനകത്ത് ടച്ച് ചെയ്തപ്പോഴാണ് ഈ സിമൻറ്റ് പാളികളായി പോവുകയും ഈ ഗോൾഡാണെന്ന് തിരിച്ചറിയുകയും ചെയ്തത്. അതിനുശേഷമാണ് അവർ ഈ പുതിയ ഗോപുരം നിർമ്മിച്ച് ഇതിനകത്ത് പ്രതിഷ്ഠിച്ചത്. ഫുള്ള് ഗോൾഡാണെന്ന് അവർ പറയുന്നത്. ഇതിൻ്റെ റൂഫാണ്. അതിനകത്തുനിന്ന് പുറത്തിറങ്ങി ഇനി ഒരു ചെറിയ ടെമ്പിളുണ്ട്. 2-3 ടെമ്പിൾ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ. ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളവിടെ നിൽക്കുമ്പോൾ. ഒരു മനസ്സിന് കുളിർമ കിട്ടുന്ന നല്ല കാറ്റും അവിടുത്തെ ഒരു അന്തരീക്ഷവും. ഇത് മാർബിൾ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളാണ്. ഇത് ഫുള്ള് മാർബിളാണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്, വൈറ്റ് മാർബിളാണ്. അതിനകത്ത് ബുദ്ധൻ്റെ ഓരോ രൂപങ്ങളുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബുദ്ധൻ്റെയും അതുപോലെ തായ്ലൻഡിൽ വന്നപ്പോൾ ഉള്ള ബുദ്ധൻ്റെയും പാകിസ്ഥാനിൽ ഉള്ള ബുദ്ധൻ്റെയും അങ്ങനെയുള്ള കുറേ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. അതിനകത്ത് രൂപമാറ്റം അവർ വ്യക്തമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ രാജ്യത്തും ബുദ്ധന് ഓരോ ഇത് നമ്മുടെ ഇന്ത്യയിലെ ബുദ്ധനാണ്. ഓരോ രാജ്യത്തും ഓരോ ഷേപ്പാണ് ബുദ്ധന്. ഇത് പട്ടിണി കിടന്ന് തപസ്സിരുന്ന പാകിസ്ഥാനിൽ വെച്ചുള്ളതാണെന്നാണ് പറയുന്നത്. ഇതിനകത്തുള്ള കോട്ടയാടാണ്. അവിടെ എന്തോ ഷൂട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങിയത്. ഇനിയും ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയിട്ട് നാളെ പട്ടായ കാണാൻ പോകുന്നുണ്ട്. പട്ടായ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ടെമ്പിളും കൂടെ ഉണ്ട്. നമ്മൾ ഇനി ആ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലെത്തിയിട്ടുണ്ട്. ഹോട്ടൽ ലോബിയാണത്. വിശാലമായ ലോബിയാണ്. അതിനകത്തും ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ചെക്കിനായി റൂമൊക്കെ കാണിച്ചു തരാം. നമ്മുടെ റൂമും അകത്തുള്ള ഫെസിലിറ്റീസും നല്ല റൂമാണ്. റൂമിലും നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത് വിശാലമായ റൂമാണ്. പൂൾ ടേബിളൊക്കെ കിടപ്പുണ്ട് ഫ്രണ്ടിൽ. ആവശ്യമുള്ളവർക്ക് വന്ന് കളിക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ലിഫ്റ്റിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്കിനി നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണാം. 805
ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം. തായ്ലൻഡിലെ നമ്മുടെ അക്കോമഡേഷനാണത്. കാർഡ് ഇൻസെർട്ട് ചെയ്താലേ പവർ വരുള്ളൂ. ഇതൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ചെറിയൊരു കിച്ചണുണ്ട്, ഒരു ഹാള്, ടോയ്ലറ്റൊക്കെ കൊള്ളാൻ, നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത ടോയ്ലറ്റാണ്. നമ്മുടെ ഒരു ശരിക്കൊരു ഫ്ലാറ്റ് പോലെ റൂം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ കിച്ചണും ഫ്രിഡ്ജും മൈക്രോവോണൊക്കെ ഉണ്ട്. ഗസ്റ്റിനെ റിസീവ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, ചെറിയൊരു ഹാളുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇനി നമ്മൾ പോകുന്നത് പട്ടായയിലെ കാഴ്ചകളിലേക്കാണ്. പട്ടായ ബീച്ച് റോഡാണത്. പട്ടായയിൽ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. ബോട്ട് സർവീസൊക്കെ വളരെ എൻജോയ് ചെയ്തു. ബോട്ടിൽ യാത്ര ചെയ്യുന്നതൊക്കെ വളരെ എൻജോയ് ചെയ്തു നമ്മൾ. പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് സ്വിമ്മിങ് ചെയ്തു തിരിച്ചിഞ്ഞ് പോരുകയായിരുന്നു നമ്മൾ. പട്ടായ ഹൈവേ ഓൺ ദ വേ ടു പട്ടായ. ഒരു ചെറിയ ടണലാണ്. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറായി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അവിടുത്തെ ഏരിയകളെല്ലാം, റോഡായാലും ഫുട്പാത്തായാലും വളരെ എപ്പോഴും വളരെ ഹൈജീനിക്കാണ്. ക്ലീൻ ചെയ്ത് പ്രോപ്പർ സർവീസ് അവിടെ ചെയ്യുന്നുണ്ട് ഇവരെല്ലാം. പട്ടായയുടെ ബോർഡാണ് നമ്മൾ കണ്ടത്, പട്ടായ ബീച്ച്. ഈ പട്ടായ ബീച്ചിൽ നിന്ന് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. പട്ടായ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. ഐലൻഡിൽ നല്ല ഒരു ബീച്ച് സെറ്റപ്പാണെല്ലാം. സ്വിമ്മിങ്ങും സ്കൂട്ടർ സ്കീം ബോട്ട് സർവീസും എല്ലാം ഉണ്ട് ആ ഐലൻഡിനകത്ത്. പട്ടായ നല്ല വെയിലുണ്ട്, പക്ഷേ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല. ആ വെയിലിന് വലിയ ചൂടില്ലാത്ത വെയിലാണ് കേട്ടോ അവിടെ. നമ്മൾ നാട്ടിലെ പോലെ ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ആ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ, അതിമനോഹരമായ യാത്രയായിരുന്നു. സ്പീഡ് ബോട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് തായ്ലൻഡ്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് വിയറ്റ്നാമും. അതിമനോഹരമായ സ്ഥലമാണ്. ടൂറിസവും കൃഷിയുമാണ് അവരുടെ മെയിൻ വരുമാനം. ടൂറിസം നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്. ഇഷ്ടമുള്ളവർ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. ഇനി നമ്മൾ ആ ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴിയാണത്. സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. ഇനി നമ്മൾ ആ ചങ്ങാടത്തിലിറങ്ങി സ്പീഡ് ബോട്ട് അവിടെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കയറി ചെറിയൊരു ഐലൻഡ് പോലെ അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐലൻഡല്ല, ഒരു ചങ്ങാടം പോലെ. അവിടെയാണ് ഈ ഗ്ലൈഡിങ് എല്ലാം നടക്കുക, പാരഷൂട്ടിൻ്റെ ഒക്കെ നടക്കുന്ന അവിടെയാണ്. അവിടുന്ന് വേറൊരു ബോട്ടിലാണ് ഐലൻഡിലേക്ക് പോകുന്നത്. ഈ ബോട്ട് നല്ല സ്പീഡിലാണ് അവൻ കൊണ്ടുപോകുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇരുന്ന് എൻജോയ് ചെയ്യാം. പേടിച്ചിരിക്കുന്നവരുമുണ്ട്. പതിവിലും തിരമാലകൾ കൂടുതലായിരുന്നു, വേവ്സ് കൂടുതലായിരുന്നു അന്നത്തെ ദിവസം. അവരത് നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു നമ്മളെ. അവിടുത്തെ ഗൈഡാണ് ആ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നത്. അപ്പം കണ്ടില്ലേ, അത് ആ പട്ടായയിലെ ഗൈഡാണ്. നമ്മുടെ ഗൈഡും ഉണ്ട്, ഈശോയും കൂടെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ലേഡീസൊക്കെ പേടിച്ചിരിക്കുകയാണ്, അത്ര സ്പീഡിലാണ് അവൻ കൊണ്ടുപോകുന്നത്. വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, അവൻ്റെ സ്പീഡ് കാരണം. ഇടിച്ചിടിച്ചാണ് പോകുന്നത് വെള്ളത്തിൽ. നല്ല വേവ്സും തിരമാലയും ഉണ്ടാകുക കാരണം നല്ല പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ താഴെ വീഴും. ശരിക്കും ഈ യാത്ര എൻജോയ് ചെയ്ത് കേട്ടോ കൂട്ടുകാരെ. എല്ലാം അടിപൊളിയായിരുന്നു ഈ യാത്ര. പ്രത്യേകിച്ച് ഈ ബോട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് എൻജോയ് ചെയ്തു. പാരാഗ്ലൈഡിങ് ഇത് അവിടെ ഒരു ചെറിയ ഐലൻഡ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചങ്ങാടം പോലെ. അവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളെ അവിടെ എത്തി. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐലൻഡിലേക്ക് പോവുകയാണ്. ഐലൻഡിൽ എനിക്ക് തോന്നുന്നത് രാത്രി കാഴ്ചകളാണ് കുറച്ചുകൂടി നല്ലത്. പകൽ നമുക്ക് അത്ര ഒരു സുഖമില്ല. സ്വിമ്മിങ് ചെയ്യാം ബീച്ചിൽ, അത്രയേ ഉള്ളൂ. വേറെ കുറേ റെസ്റ്റോറൻറ്റുകളും ബാറുകളൊക്കെ ഉണ്ട് അവിടെ. ഇതിൽ കയറണമെങ്കിൽ $24 $25 അത്രയും കണ്ടാണ്. ഏകദേശം $30 വരും പാരാഗ്ലൈഡിങ്. അതൊരു നല്ല വരുമാനം അവർക്ക്. ശരിക്കും വരുന്ന എല്ലാ ആൾക്കാരും അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കയറി എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതൊരു റൗണ്ട് കറക്കി തിരിച്ചിവിടെ കൊണ്ടാക്കും. $30 കണ്ടേ ഉള്ളൂ. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഐലൻഡിലേക്ക് പോകുകയാണ്.
ഈ ബോട്ടിലാണ് ഇനി നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. സ്പീഡ് ബോട്ടാണ്. പോക്കുണ്ടോ, പോകുന്ന പോക്ക് കണ്ടോ അവൻ. അമ്മാതിരി സ്പീഡിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ നല്ല തിരമാലകളുള്ളതുകൊണ്ട് ഇങ്ങനെ ബോട്ട് ഇടിച്ചിടിച്ചാണ് പോകുന്നത് വെള്ളത്തിൽ. നമ്മൾ ഗട്ടറിൽ വീഴുന്ന പോലെ ഇടിച്ചിടിച്ചാണ് പോകുന്നത്. അത്രയ്ക്ക് ഇരുന്നാൽ പേടിയാവും. സൈഡിൽ നിന്ന് വെള്ളമെല്ലാം തെറിച്ച് നമ്മുടെ തലയിലും പുറത്തുമെല്ലാം വീഴുന്നുണ്ട്. ശരിക്കും എൻജോയ് ചെയ്തു. പേടിച്ചിട്ടുണ്ടെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. പക്ഷേ അത് നന്നായിട്ട് നമുക്ക് ഇനി ഒന്നും കൂടി പോകാനുള്ള ആഗ്രഹം തോന്നും നമുക്കവിടെ. ഇനിയും ഇതുപോലെ ദൈവം അനുഗ്രഹിച്ചാൽ ഒന്നും കൂടി പോകണം. തായ്ലൻഡിലൊരു 5 ദിവസമെങ്കിലും നിൽക്കണം. എന്നാലേ മൊത്തം നമുക്ക് കാഴ്ചകളെല്ലാം എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ പറ്റുള്ളൂ. അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ 5 നൈറ്റ്സ് നമ്മളുണ്ടായിരിക്കണം. അപ്പം 5 ഡേ 5 നൈറ്റ്സ് അങ്ങനെ നിൽക്കണം നമ്മൾ. എന്നാലേ മൊത്തം കാണാൻ പറ്റുള്ളൂ. നമ്മൾ കാണാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ. വെച്ച് അലക്കുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. സൂപ്പർ. ഇന്നിപ്പോൾ ഏകദേശം ഐലൻഡ് എത്താറായി. ആ കാണുന്നതൊക്കെ സൈഡിലെ ഒരു ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അവിടെയൊക്കെയും ടൂറിസം ഉണ്ട്. നമ്മളങ്ങോട്ടല്ല പോകുന്നത്. കുറച്ചുകൂടി വലിയൊരു ഐലൻഡുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ആ ഐലൻഡിൻ്റെ മുകളിൽ ഒരു ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ഐലൻഡിലെ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. കുറച്ച് രാത്രി കാഴ്ചകൾ കൂടി കാണാം. നല്ലൊരു ബീച്ചാണ് കേട്ടോ. നല്ല വൃത്തിയും എപ്പോഴും നല്ല ഹൈജീനിക്കാണ് അവിടെ. റെസ്റ്റോറൻ്റ് ആയാലും ടോയ്ലറ്റ്സുകളായാലും. നല്ല ചൂടുണ്ട്. പക്ഷേ വെയിലിൻ്റെ നമുക്ക് ആ ഒരു കുത്തലില്ല, ഹ്യൂമിഡിറ്റി ഇല്ല ചൂടിന്. കാറ്റ് ഉണ്ട്, നല്ല കാറ്റ് വളരെ കുറവ് വന്നാലും നമുക്ക് ആ ചൂട് അനുഭവപ്പെടത്തില്ല. നല്ല അന്തരീക്ഷമാണ്. ബോട്ട് റൈഡിങ് അല്ലാതെ ഇവിടെ വന്നിട്ട് ചെറിയ ബൈക്ക് പോലത്തെ വാട്ടർ ബൈക്കുണ്ട്, സ്കീ, അതൊക്കെ സെപ്പറേറ്റ് പേ ചെയ്യണം നമ്മൾ. പാക്കേജിലുള്ളതല്ല, നമ്മൾ പേഴ്സണലായിട്ട് പേ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ സൈഡിൽ കാണുന്ന കടകളാണ് മൊത്തം റെസ്റ്റോറൻറ്റും ബാറും ഒക്കെയാണ്. നൈറ്റ് വ്യൂ വളരെ മനോഹരമാണെന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ ആണ് കുറച്ചുകൂടി ഭംഗി. രാവിലെ നല്ല തിരക്കാണ് അവിടെ. പക്ഷെ നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഒരു 12 മണി കഴിഞ്ഞാണ് പോയത്. അവിടെ വലിയ തിരക്ക് അനുഭവം ഇല്ലായിരുന്നു അവിടെ. നമ്മൾ തിരിച്ചു പോകാനുള്ള
യാത്രയിലാണ്. വന്നതിനേക്കാൾ സ്പീഡിലാവും തിരിച്ചു പോകുന്നത്. ഇനി കുറച്ച് രാത്രിയിലെ കാഴ്ചകൾ കാണാം നമുക്ക്. ഇതടുത്ത് വലിയൊരു മാളാണ്. ഇനി നമുക്ക് കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി തായ്ലൻഡിൽ നിന്നും നമ്മൾ കംബോഡിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു. നാളെ നമ്മൾ കംബോഡിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. കംബോഡിയയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് സിങ്സ് വ്ലോഗ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിക്കുക, ഫോളോ ചെയ്യുക. യാത്രാ അനുഭവങ്ങൾ, യാത്രാ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക. ലോങ് വീഡിയോ ആയതുകൊണ്ടാണ്. എല്ലാവർക്കും ലോങ് വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നാളെ ഇനി നമുക്ക് കുറച്ച് കംബോഡിയൻ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.